الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സൃഷ്ടികർത്താവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരുടെ പ്രകൃതിപരമായ അഥവാ അവൻ്റെ ത്വബീഅത്തിൽപ്പെട്ടതാണ് ഏത് കാര്യത്തിലും താൻ തരക്കേടില്ല എന്ന് തോന്നുമ്പോൾ അതിരുവിട്ട് കടക്കുക എന്ന സ്വഭാവം. അത് ചെലവഴിക്കുന്നതിലാണെങ്കിലും വസ്ത്രധാരണങ്ങളിലാണെങ്കിലും ഇടപാടുകളിലാണെങ്കിലും ഏതു മേഖലകളിലും മനുഷ്യൻ ഇത്തരം ചില അതിരു കവിയുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ പ്രകൃതിയിൽ കാണുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയും ചെയ്തു. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. നിസ്സംശയം മനുഷ്യൻ അതിരുവിട്ട് കിടക്കുന്നവൻ തന്നെയാണ്. മനുഷ്യൻ ധിക്കാരിയായി തീരുന്നു. എന്തുകൊണ്ടാണ്? അവൻ തന്നെ സ്വയം പര്യാപ്തനായി, താൻ പര്യാപ്തനാണെന്ന് എന്തിനും തനിക്ക് വേറൊരാളുടെയും ആശ്രയം വേണ്ട എന്ന തോന്നൽ മനുഷ്യന് ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ധിക്കാരിയായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് ഉപജീവനം വിശാലമാക്കിയിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർദി, അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുമായിരുന്നു. വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ഒരു അളവ്, അവൻ ഉദ്ദേശിക്കുന്നത് ഭൂമിയിലേക്ക് മനുഷ്യർക്ക് അവൻ ഇറക്കി കൊടുക്കുന്നു. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കണ്ടറിയുന്നവനുമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതിൽ
ചില നിയന്ത്രണങ്ങളും കൃത്യമായ ചില തോതും നിശ്ചയിച്ചതിനാലാണ് മനുഷ്യൻ വല്ലാതെ അക്രമിയായി തീരാത്തത്. അള്ളാഹുവിനാലും മനുഷ്യർക്ക് വിശാലമായി നൽകപ്പെട്ടിരുന്നുവെങ്കിൽ മനുഷ്യൻ വല്ലാത്ത ധിക്കാരിയായി മാറും, അതിക്രമകാരിയായി മാറും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അതാണ്, കല്ലാ ഇന്നൽ ഇൻസാന ലാ യത്ഗാ അർആഹു ഇസ്തഗ്നാ. താൻ എന്തിനും പോന്നവനാണ് എന്ന തോന്നൽ മനുഷ്യനുണ്ടായാൽ പിന്നെ അവൻ അതിക്രമകാരിയാവുകയാണ്. പിന്നെ എല്ലാത്തിനെയും തകർത്തു തരിപ്പണമാക്കണമെന്ന അവന്റെ ജഡിക വികാരം വിവേകത്തിന്റെ മേൽ അതിക്രമിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആരാധനയിൽ വരെ മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിച്ചു. ആരാധനാ കാര്യങ്ങളിൽ വരെ മിതത്വം വേണം. അതിരുവിട്ട സമീപനം അവിടെയും പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖസ്ദൽ ഖസ്ദ് തബ്ലുഗു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽ ഖസ്ദ് അൽ ഖസ്ദ്, നിങ്ങൾ മിതത്വം പാലിക്കുക. തബ്ലുഗു എന്നാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഈ ഹദീസ് വിശദീകരിക്കുന്ന ആളുകൾ പറഞ്ഞു, ഇൽസമു അൽ വസ്തൽ മുഅ്തദില ഫിൽ ഉമൂർ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു മധ്യമ, ഒരു സന്തുലിതവും മധ്യമവുമായ നിലപാട് സ്വീകരിക്കണം. അതിരു വിട്ട് കിടക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏത് കാര്യത്തിലും മിതത്വം വേണം, അതിരു വിട്ട് കിടക്കരുത്, ഇബാദത്തിൽ വരെ. കാരണം അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ വന്നിട്ട് പോകാറുണ്ട്. ഖുവൈല എന്ന പേര് വിളിക്കപ്പെടുന്ന ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകും. ആയിഷയുടെ അടുത്ത് വന്നിട്ട് പോകും. ഒരു ദിവസം ഖുവൈലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കാണുന്നത് അത്ര നല്ല വസ്ത്രമല്ല, പാറിപ്പറന്ന ഒരവസ്ഥയിൽ, മുഷിഞ്ഞ വസ്ത്രത്തിൽ, ശാരീരികമായ ഒരു ശ്രദ്ധയുമില്ലാതെ വളരെ വിഷണ്ണയായി റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് പോകുന്ന ആ ഖുവൈലയെ കണ്ട് ആയിഷ ബീവിയോട് കാര്യം തിരക്കി റസൂലുള്ള, എന്താണ് ഖുവൈലക്ക് സംഭവിച്ചത്? എന്താ ഈ പെൺകുട്ടി ഇങ്ങനെ? ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖുവൈല പറഞ്ഞ വർത്തമാനം റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നബിയെ, ഖുവൈലയുടെ ഭർത്താവ് നിങ്ങളുടെ ശിഷ്യൻ ഉസ്മാൻ ഇബ്നു മദ്ഊനാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ രാത്രി മുഴുവനും നിസ്കാരത്തിലാണ്, പകല് മുഴുവനും നോമ്പുമാണ്. പകല് മുഴുവനും നോമ്പുകാരൻ, രാത്രി മുഴുവനും നിസ്കാരത്തിലാണ്. അയാൾക്ക് ഭാര്യയെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇബാദത്തിന്റെ അങ്ങേയറ്റത്തേക്ക് കടന്നു പോകുമ്പോൾ പിന്നെ ഭൗതിക കാര്യങ്ങൾ എന്ത് ചിന്തിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉസ്മാൻ, എന്നിൽ നിനക്കൊരു മാതൃകയൊന്നുമില്ലേ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നബി ഇത്? നിങ്ങളല്ലേ ഞങ്ങളുടെ മാതൃക, പിന്നെന്താ നബിയെ ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ രാത്രിയിൽ നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. ഞാൻ പകലിൽ നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എനിക്കുണ്ട്. മാത്രമല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, നിനക്ക് നിന്റെ മേൽ ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയുടെ മേലും നിനക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ ചര്യയ്ക്ക് എതിരായി, എന്റെ ചര്യയെ അവഗണിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് പ്രവാചകൻ ഈ പറഞ്ഞ അൽ ഖസ്ദ് അൽ ഖസ്ദ് വൽ ഖസ്ദ് അൽ ഖസ്ദ് തബ്ലുഗു. നിങ്ങൾ മധ്യമ നിലപാട് സ്വീകരിക്കണം, ഒരു സന്തുലിത നിലപാട് സ്വീകരിക്കണം. നിങ്ങൾ മതത്തിന്റെ വിഷയത്തിലും അതിരുവിട്ട് കിടക്കരുത്, ഇബാദത്തിന്റെ കാര്യത്തിലും അതിരുവിട്ട് കിടക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഖസ്ദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അസ്സർഫ്. അൽ ഖസ്ദ് അതിന്റെ ളിദ്ദാണ് അസ്സർഫ്. സർഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യയം, അമിതവ്യയം എന്നൊക്കെ പറയും. പരിശുദ്ധ ഖുർആൻ
ധാരാളം സ്ഥലങ്ങളിൽ അത് വിരോധിച്ചതാണ്, നിരോധിച്ച സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞ സൂറത്ത് അഅറാഫിന്റെ 31-ാമത്തെ ആയത്ത്, വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ലാ തുസ്രിഫൂ, നിങ്ങൾ ദുർവ്യയം ചെയ്യുന്നവരാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദുർവ്യയം ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല എന്നാണ്. മാത്രമല്ല, ഈ ദുർവ്യയം ചില സന്ദർഭങ്ങളിൽ കുഫ്ർ വരെ ആയിത്തീരാൻ സാധ്യതയുണ്ടെന്നാണ്. അതിനെ കുഫ്റാണെന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് കാണാം. ഫിർഔനിന്റെ സ്വഭാവം എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുകയാണ്, വഇന്ന ഫിർഔന ലആലിം ഫിൽ അർള് വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. വഇന്ന ഫിർഔന, തീർച്ചയായും ഫിർഔൻ, ലആലിം ഫിൽ അർള്, ഭൂമിയിൽ അയാൾ ഔന്നിത്യം നടിച്ചവനാണ്. അയാളുടെ പൊങ്ങച്ചവും അഹങ്കാരവും ഭൂമിയിൽ വല്ലാതെ ശക്തമായ നിലപാടുറപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ പറഞ്ഞ അഹങ്കാര വർത്തമാനത്തിന്റെ, അയാൾ പറഞ്ഞ പൊങ്ങച്ചത്തിന്റെ ഏറ്റവും വലിയ വർത്തമാനം, അയാൾ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅ്ലാ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങൾക്ക് ഉന്നതനായ രക്ഷിതാവാണ്, ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന് വരെ പറഞ്ഞു ഫിർഔൻ. അയാളുടെ ആ അഹങ്കാരം, അയാൾ താൻ കുറച്ച് വലിയ ആളാണെന്നൊരു തോന്നൽ, ഇത്തരം ആളുകൾ, അവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവൻ മുസ്രിഫാണ് എന്നാണ്, ദുർവ്യയം ചെയ്യുന്നവൻ, അവൻ അതിരുവിട്ട് കഴിയുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്, ചിലപ്പോ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ആളുകൾക്കൊക്കെ സ്വയം പര്യാപ്തനാണെന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് അഹങ്കാര വർത്തമാനം അവരിൽ നിന്ന് വരിക. എന്നേക്കാൾ വലിയ ഒരാളോ, എന്നേക്കാൾ വലിയവനോ ഇവൻ, എന്നേക്കാൾ വലിയ പ്രവർത്തകനോ ഇവൻ, അല്ലെങ്കിൽ എന്നേക്കാൾ വലിയ പണക്കാരനോ ഇവൻ, എന്നേക്കാൾ വലിയ ആളോ ഇവൻ എന്ന തോന്നൽ മനുഷ്യനുണ്ടാകുന്നത് ഈ അഹങ്കാരത്തിൽ നിന്നാണ്. അതാവട്ടെ മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വകദാലിക നജ്സി മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖാ. വകദാലിക, പ്രകാരം, നജ്സി മൻ അസ്റഫ, ദുർവ്യയം കാണിക്കുന്നവന്, അമിതവ്യയം കാണിക്കുന്നവന്, അതിരുവിട്ട് കിടക്കുന്നവന് നാം പ്രതിഫലം നൽകുന്നു. നാം അവർക്കതാ അവരുടെ പ്രവർത്തനത്തിനുള്ള ശിക്ഷ നൽകുകയാണ്. അവരാരാവലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവനാണ്. വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖാ, പരലോകത്തിന്റെ ശിക്ഷ അത് കഠിനവും നിത്യവുമാണ്. അതിന്റെ അർത്ഥം, മുസ്രിഫ് അഥവാ ദുർവ്യയം ചെയ്യുന്നവൻ, അതിരുവിട്ട് കിടക്കുന്നവൻ, അവന് ശാശ്വതമായ നരകത്തിൽ വമ്പിച്ച ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഖുർആൻ അവരെ കുറിച്ച് അഹ്ലുന്നാർ, അസ്ഹാബുന്നാർ എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു. വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുന്നാർ, ദുർവ്യയം നടത്തുന്നവർ, അതിരുവിട്ട് കിടക്കുന്ന പ്രവർത്തനം നടത്തുന്നവർ, അവർ നരകത്തിന്റെ ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എവിടെയെങ്കിലും, അത് പ്രവർത്തനത്തിലോ വാക്കിലോ എന്തുമാകട്ടെ, അമിതവ്യയം വന്നു പോയിട്ടുണ്ട് എന്ന് തോന്നിയാൽ, ദുർവിനിയോഗം വന്നു പോയിട്ടുണ്ട് എന്ന് തോന്നിയാൽ, അല്ലാഹുവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എന്തുമാവട്ടെ, അങ്ങനെ വന്നാൽ ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങണമെന്നാണ് ഖുർആന്റെ പ്രയോഗം. ഏതു സമയത്ത് നിങ്ങൾക്ക് ആ തോന്നലുണ്ടോ, ഉടനെ മടങ്ങിക്കോ. അവിടെ യാതൊന്നും പിന്നെ ചിന്തിക്കരുത്. ഖുർആൻ പറയുകയാണ്, നബിയെ നിങ്ങളെന്ന് പറഞ്ഞു കൊടുക്ക്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ നീ പറഞ്ഞു കൊടുക്ക്,
സ്വന്തം ദേഹങ്ങളോട് അതിരി കവിഞ്ഞ് അക്രമത്തിൽ അതിരി കവിഞ്ഞു പോയ എൻ്റെ അടിമകളോട് നബിയെ നീ പറഞ്ഞു കൊടുക്കല തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാവരുത്. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ടവരോട് പറയൂ അല്ലാഹുവിലേക്ക് മാപ്പ് ചോദിക്കാൻ. ഏത് അതിരുവിട്ട് കടന്നുപോയവൻ അത് അതിക്രമം കാണിച്ചത് പാപങ്ങളിലാണ് ഇവരെ സമ്പൂർണമായി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന ഈ വാചകം ഉൾക്കൊണ്ടുകൊണ്ടാണ്. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ. പറയാണ് മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന പോലും അങ്ങനെയാണ്. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് പൊറുത്തു തരണേ. വ ഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ കാര്യത്തിൽ വല്ല ദുർവിനിയോഗവും അതിൽ വിട്ട് കടന്നു വരലുമുണ്ടെങ്കിൽ അതും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. സ്വാലിഹീങ്ങളുടെ പ്രവർത്തനം അതാണ് എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് വിഷയങ്ങളിലും ഇസ്റാഫ് ശരിക്ക് സൂക്ഷിച്ചോളണം. ഏത് വിഷയങ്ങളിലും, അത് ഭക്ഷണത്തിലാവട്ടെ, അത് വസ്ത്രങ്ങളിലാവട്ടെ, അത് പാർപ്പിടത്തിലാവട്ടെ, എന്തിലുമാവട്ടെ. പരിശുദ്ധ ഖുർആൻ അത് വളരെ ശക്തമായി നമ്മളോട് പഠിപ്പിച്ചു. ഭക്ഷണത്തിൽ അതിര് കവിയാൻ പാടില്ല, അതുപോലെ വസ്ത്രങ്ങളിൽ അതിര് കവിയാൻ പാടില്ല. നമ്മുടെ കാർഷിക വിഭവങ്ങൾ അത് കൊയ്തെടുക്കുന്ന സമയത്ത് പോലും ഇസ്റാഫ് പാടില്ല. അതെങ്ങനെയാ ദുർവിനിയോഗം ചെയ്യാം? കുറേ കൂടുതലുള്ള ആളുകൾക്കുണ്ട്. അത് കുഴപ്പമില്ല, അവിടെ കിടന്നുണ്ട്, അത് പോയിക്കോട്ടെ എന്ന് പറയും. അതെടുക്കണ്ട, അത് പോട്ടെ എന്ന് പറയും ചില ആളുകൾ. കുറേ അധികം ഇങ്ങനെ ഇട്ട് കൂട്ടി, തേങ്ങ ഒക്കെ കുറേ ഇട്ട് കൂട്ടി കഴിഞ്ഞ് കുറേ ഓടിയ ബാക്കി കുറച്ച് കുഴപ്പമില്ല വിട്ടേക്കും, അതവിടെ കിടന്നു ആരും കൂട്ടി കുഴപ്പമില്ല. നിങ്ങൾക്കറിയോ അതൊരു വലിയ ഗൗരവമുള്ള വർത്താനാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. കുലൂ നിങ്ങൾ തിന്നോ മിൻ സമരിഹി ഇദാ അസ്മറ, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ അത് നിങ്ങൾക്ക് ഫലം കായ്ച്ചു കഴിഞ്ഞാൽ ആ ഫലത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളൂ. അതിന്റെ വിളവെടുപ്പ് കാലത്ത്, വിളവെടുപ്പ് ദിനത്തിൽ അതിനുള്ള ബാധ്യത നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം. തീർന്നില്ല, വലാ തുസ്രിഫൂ, അവിടെ നിങ്ങൾ ദുർവിനിയോഗം നടത്തരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവിനിയോഗം നടത്തുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. മഹതിയായ മൈമൂന റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ മൈമൂന ബീവി ഒരിക്കലും നടന്നു വരുമ്പോൾ ഒരു റുമ്മാന്റെ വിത്ത് ഹബ്ബത്തു റുമ്മാൻ, ഉറുമാമ്പഴം, റുമ്മാൻ ഉണ്ടല്ലോ, റുമ്മാന്റെ ഒരു വിത്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നു. മൈമൂന ബീവി വരുന്ന വഴിയിൽ നടുങ്ങട്ട് എടുത്തു, കൈകൊണ്ട് എടുത്തിട്ട് മൈമൂന ബീവി പറഞ്ഞ വർത്തമാനം എന്തെന്നറിയോ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു നാശത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു വസ്തുവും നാശമാക്കി കളയരുത്. ഒരു ചെറിയ വിത്ത് പോലും. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്റെ വീട്ടിന്റെ ഉള്ളിൽ അതാ കുറെ ധാന്യമണികൾ ഇങ്ങനെ വിതറിയിട്ടിരിക്കുന്നു, ചിതറിക്കിടക്കുന്നു ധാന്യമണികൾ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഓരോ ധാന്യമണികളും കൈകൊണ്ട് പെറുക്കിയെടുത്തതിന് ശേഷം പറഞ്ഞു, ഇന്ന മിൻ ഫിഖ്ഹിൽ റജുലി റിഫ്ഖഹു ഫീ മഈശതിഹി, ഒരു മനുഷ്യന്റെ വിവരത്തിൽപ്പെട്ടതാണ്, ഒരു മനുഷ്യന്റെ ദീനീ വിജ്ഞാനത്തിൽപ്പെട്ടതാണ് അവന്റെ മഈശത്തിൽ, അവന്റെ ഉപജീവനത്തിൽ അവൻ മിതത്വം പാലിക്കുക എന്നത്, അവൻ മൃദുലത കാണിക്കുക എന്നത്. അതൊരു മനുഷ്യ
മനുഷ്യന്റെ ദീനീ വിജ്ഞാനത്തിൽ പെട്ടതാണ് എന്ന് നമ്മൾ ചെയ്യാം. വീട്ടിൽ കുറച്ച് അരി ചിന്തിക്കുക, എന്താ ചെയ്യുക? ചൂലെടുത്ത് അടിച്ച് പുറത്തേക്ക് ഒറ്റത്തട്ട് അല്ലേ? അടിച്ചു വാരുന്ന സാധനം കൊണ്ടുവന്ന് അത് അടിച്ചു വാരി അത് അടിക്കാട്ടും കൂട്ടിയിട്ടിട്ട് പുറത്തേക്ക് കൂടെ തട്ടണം അല്ലേ? അബൂ ദർദാ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാൻ. അതാണ് മൈമൂന നബി പറഞ്ഞു കൊടുത്തത്, ഹബ്ബത്ത് റുമ്മാൻ, ഒരു റുമ്മാന്റെ വിത്ത് പോലും പാടില്ല മക്കളെ, നശിപ്പിക്കരുത്. അത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തുണ്ട്. എന്താണെന്നറിയാം? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറോ ചിലപ്പോൾ ചോറിൻ്റെ വറ്റുകളോ വേറെ എന്തെങ്കിലും നിലത്ത് വീഴുമോ? ചോറ് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് താല്പര്യം എവിടുന്ന കഴിക്കല്? ഒന്നും കൊണ്ട് വീട്ടിൽ അല്ലെങ്കിൽ തിന്മേശൻ, നിലത്ത് അല്ലെങ്കിൽ തിന്മേശൻ അല്ലേ? ആ വീണ് പോകുന്ന വറ്റെന്താ? എടുത്ത് തൂത്ത് പുറത്ത് കളയാ. എടുക്കരുത്. അല്ലാത്ത മാനേഴ്സ് ആണല്ലോ ചില ആളുകൾ. എടുക്കരുതെന്നാ പറയാ. വിധങ്ങൾ പറഞ്ഞു അത് എടുക്ക്, എന്നിട്ട് അതിൽ വല്ല മണ്ണോ പൊടിയോ പറ്റിയിരുന്നോ തട്ട്, എന്നിട്ടാ പിന്നെ വിത്തങ്ങ് കഴിച്ചോളി, ആ ധാന്യം അല്ലെങ്കിൽ ആ ചോറങ്ങ് കഴിച്ചോളി. അതിലാണ് ബർക്കത്ത്, ഏതിലാണ് അനുഗ്രഹം എന്ന് പറയാൻ കഴിയില്ല. കളയരുതേ. വിശ്വാസം പഠിപ്പിക്കാൻ ഇന്നിപ്പോൾ ഇത് പറഞ്ഞിട്ട് യൂസ് ആൻഡ് ത്രോ. പുതിയ സമവാക്യങ്ങളും പുതിയ ആപ്തവാക്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? ഉപയോഗിക്കൂ, വലിച്ചെറിയുന്ന. എന്തും ഒരു സൂക്ഷ്മതയുമില്ലാതെ ഏത് വിഷയത്തിലും വല്ലാത്ത ദുർവിനിയോഗം. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കണ്ണു തുറന്ന് കാണാൻ കഴിയാത്ത മനുഷ്യൻ ദുർവിനിയോഗത്തിന്റെ പുതിയ ഭാവങ്ങളും പുതിയ രൂപങ്ങളുമായി കടന്നു വരുന്ന മനുഷ്യൻ തന്റെ കണ്ണ് ചുറ്റുഭാഗത്തേക്കൊന്ന് ഓടിക്കണം. എന്താ കാണുന്നത്? ഒരു നേരത്തെ അന്നമില്ലാതെ കഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന നൂറുകണക്കിന് കുഞ്ഞുമക്കളുടെ ദീനരോധനങ്ങൾ. ആരൊക്കെയോ വലിച്ചെറിഞ്ഞു പോയ ഭക്ഷണപ്പൊതി കൈയിട്ട് വാങ്ങി അതിൽ നിന്നൊരൽപ്പം കിട്ടുമെങ്കിൽ അത് തിന്ന് നിർവൃതിയടയുന്ന നൂറുകണക്കിന് മനുഷ്യാത്മാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് യാതൊരുവിധ വിഷയമല്ല എടുത്തറിയാ. ഇപ്പോഴത്തെ ഒരു സംസ്കാരം പോലും അങ്ങനെയാ. തീന്മേശയിൽ കൊണ്ടുവെക്കുന്ന സാധനം കുറച്ച് നിന്ന് ബാക്കി എടുത്തെറിഞ്ഞു. എത്രയാ അല്ലാഹ് പറയാണ്, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ പൂത്ത് അതിന്റെ ഫലം കായ്ച്ചാൽ അതൊന്ന് തിന്നോളൂ. അതിന്റെ ബാധ്യത അഥവാ സക്കാത്തും കൊടുത്തോ. ഇസ്രാഫ് കാണിക്കരുത് കേട്ടോ. വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വസ്ത്രങ്ങളിലും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഓ ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ ആരാധനാ വേളകളിലും നിങ്ങൾ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളോ. വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോ. വലാ തുസ്രിഫൂ, നിങ്ങൾ ദുർവിനിയോഗം നടത്തരുത്, അമിതവ്യയം പാടില്ല. അല്ലാഹു ദുർവിനിയോഗം നടത്തുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചെന്താണെന്നറിയോ? കുലൂ വശ്റബൂ വൽബിസൂ വൽബസൂ വതസദ്ദഖൂ ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. ഇമാം നസായിയും ഇബ്നു മാജഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുലൂ വശ്റബൂ, തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തോ. വൽബസൂ, നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ. വതസദ്ദഖൂ, നിങ്ങൾ ദാനധർമ്മം ചെയ്തോ. മിൻ ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല, പൊങ്ങച്ചവും ദുർവിനിയോഗവും ഇല്ലാത്ത രൂപത്തിൽ. വസ്ത്രധാരണത്തിൽ അത് സൂക്ഷിക്കണം, ഭക്ഷണത്തിൽ സൂക്ഷിക്കണം, എല്ലാത്തിലും ഇത് കാണിക്കണം. ആളുകളെ കാണിക്കാനായിട്ടുള്ള പൊങ്ങച്ചം, ആ പൊങ്ങച്ചം വേണ്ട, അതുണ്ടാവരുത്. ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല, പൊങ്ങച്ചം കാണിക്കാനും അതുപോലെ ദുർവിനിയോഗവുമായി നിങ്ങൾ പ്രവർത്തിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാന്യമായി വസ്ത്രം ധരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ദുർവിനിയോഗം നടത്തുന്ന അള്ളാഹുവിന് ഇഷ്ടമല്ല.
ആ വസ്ത്രധാരണം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അത്തരം ആളുകളെ അല്ലാഹു നശിപ്പിക്കുന്നു, അവർക്ക് ശിക്ഷ നൽകുന്നു. മൻ ലബിസ തൗബ സുഹറത്തിൻ അൽബസഹുല്ലാഹ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും സുഹൃത്തിന് വേണ്ടി വസ്ത്രം ധരിച്ചാൽ, പ്രസിദ്ധിക്കു വേണ്ടി വസ്ത്രം ധരിച്ചാൽ, അതാണ് പൊങ്ങച്ചം കാണിക്കാൻ, അതിനു വേണ്ടി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ വസ്ത്രം ഇട്ടു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ ആ വിഷയത്തിലൊക്കെയുള്ള ഗൗരവതരമായ സമീപനം സ്വീകരിക്കണം. ഇന്ന് ഒരാളെന്ന് വേറിട്ട് കാണാൻ എന്തൊക്കെ പരിപാടിയാണ് മനുഷ്യന്മാർ കാണിക്കണല്ലേ. എന്നെ വന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും തനിച്ച ഹറാമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാർബർ ഷോപ്പ് നടത്തുന്ന ഏതെങ്കിലും ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഉണ്ടാക്കണ പൈസ ഹറാമിൻ്റെ പൈസ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഖസ്അ എന്ന് പറയപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. ഖസ്അ എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തുനിന്നും മുടി മുഴുവൻ എടുത്ത് മുകൾ ഭാഗത്ത് മാത്രം ചട്ടി കമത്തിയ മാതിരി മുടി വെക്കാം. ഖസ്അ എന്നാ പറയാം. അത് ഹറാമാണെന്ന് ഇത്തിഫാഖ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെ മുടി പാങ്കുറത്തിലാണ്. തനിച്ച ഹറാം. എന്തിനാത്? ആളുകളെ കാണിക്കാൻ, പൊങ്ങച്ചം കാണിക്കാൻ. ഇന്ന നാളാള് കണ്ടോട്ടെ ഓന്റെ മുടിയും സ്റ്റൈലും പൊക്കലും വലിക്കലും ഒക്കെ. ഈ പൊങ്ങച്ചം അല്ലാഹു ഇഷ്ടപ്പെടൂല മോനെ. ഈ പൊങ്ങച്ചം അല്ലാഹു ഇഷ്ടപ്പെടില്ല. കിബർ അല്ലാഹുവിന്റെ വിശേഷണമാണ്, അല്ലാഹുവിന്റെ സത്തയുടെ വിശേഷണമാണ് കിബർ. അൽ കിബ്രിയാഉ റിദാഇ വൽ അലമതു ഇസാരി. ആ കിബർ, പൊങ്ങച്ചം കാണിക്കുക എന്നത് എന്റെ ഇസാർ, എന്റെ മേൽത്തട്ടമാണ്. വൽ അലമതു റിദാഇ വൽ അലമതു ഇസാരി റിദാഇ. അലമത്ത് എന്റെ മേൽത്തട്ടവും കിബ്രിയ എന്റെ ഇസാറുമാണ്. അതിലാരെങ്കിലും എന്നോടെതിരായാൽ ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയാം. ശ്രദ്ധിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രയോഗം വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലുമൊക്കെ ഇസ്റാഫും മഖീലത്തും വേണ്ട, പൊങ്ങച്ചവും ധാരാളിത്തവും പാടില്ല. അതല്ലാത്ത രൂപത്തിലൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന് വസ്ത്രം എത്രയാ വാങ്ങിക്കൂട്ടുന്ന പ്രിയപ്പെട്ടവരെ. ചെന്നൈ ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ വസ്ത്രം കയറിപ്പോയത് എവിടുന്നറിയോ? എവിടുന്നാ? കേരളത്തിൽ. പ്രത്യേകിച്ച് മുസ്ലിം മെജോറിറ്റി പ്രദേശങ്ങളിൽ നിന്ന് ലോഡ് കണക്കിന് വാഹനങ്ങൾ. ഇന്ന് നിങ്ങൾ പോയാൽ കാണാം, ആ തിരൂർ ഭാഗത്ത് ചില വീടുകളുണ്ട്, അവിടെ കെട്ടുകണക്കിന് വസ്ത്രം കെട്ടിവെച്ചിട്ടുണ്ട്. ആരുടെ വസ്ത്ര? നമ്മളെ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന വസ്ത്രം. എത്ര വസ്ത്രമാണ് നമുക്കുള്ളത്? ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും തമ്മിൽ നോക്കി എത്ര വസ്ത്രങ്ങളുണ്ട്. നേരാവണ്ണം നന്നായി വസ്ത്രം ധരിക്കാൻ ശക്തമായ ശൈത്യത്തിലും ശക്തമായ ഉഷ്ണത്തിലും കൃത്യമായി നിലനിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ലോകത്ത്. അവിടെയാണ് നമ്മളിങ്ങനെ വസ്ത്രം വാങ്ങിക്കൂട്ടാം. എൻ്റെ എളാപ്പാൻ്റെ മൂത്തുമ്മാൻ്റെ മോൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാം. പിന്നെ ഒരു സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ അതിന് ഡ്രസ്സ്. എന്തിനൊക്കെയാ ഡ്രസ്സ് വേണ്ടാത്തത്? ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്ന പുതിയ ഫാഷനുകളെല്ലാം. ഈ ധാരാളിത്വം അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകരും അവിടുത്തെ സ്വഹാബികളും പിൽക്കാലത്ത് വന്ന മഹാന്മാരും എല്ലാം ജീവിച്ചത് വളരെ കൃത്യമായ രൂപത്തിലായിരുന്നു. ഇന്ന് നമുക്കതൊന്നും ശ്രദ്ധയില്ല, നമുക്കിതൊന്നും ചർച്ച ചെയ്യാനുള്ള നേരവുമില്ല. അപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുകയാണ്. മാത്രമല്ല, അമിത ആർഭാടങ്ങൾ കാണിക്കലും പാടില്ല. അനുവദിക്കപ്പെട്ടതാണ് നമുക്കുള്ള നിഅമത്ത് ഇങ്ങനെ കാണിക്കാന്നുള്ളത്, അല്ലേ? അതിലും സൂക്ഷിക്കണം. മഹാനായ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅനാ കിതാബു ഉമർ റളിയല്ലാഹു അൻഹു വനഹ്നു ബിഅദർബൈജാൻ. ഞങ്ങൾ അസർബൈജാനിലുള്ള സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കത്ത് ഞങ്ങൾക്ക് വന്നു. ആ കത്തിലുള്ളത് എന്താണെന്നറിയുമോ? യാ ഉത്ബത്തു ബിൻ ഫർഖദ് വഇയ്യാകും വത്തനഉം. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. അനുവദനീയമായ സുഖം, അനുവദനീയമായ ആസ്വാദനം, അനുവദനീയമായ അനുഗ്രഹങ്ങൾ കാണിക്കുന്നതിലും ഒരു സൂക്ഷ്മത പാലിക്കണേ. മുശ്രിക്കുകളായ ആളുകളുടെ വസ്ത്രധാരണം നിങ്ങൾ ഉപയോഗിക്കരുത്. വലബൂസൽ ഹരീർ, പട്ടും നിങ്ങൾ ധരിക്കരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് കത്തയച്ചു തന്നു.
അനുവദിക്കപ്പെട്ടതാണെങ്കിൽ കൂടി അവിടെ ഒന്ന് സൂക്ഷിക്കണേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു സൂക്ഷ്മത അമിതം വരാതെ, പറ്റേ ദുർബലമാവാതെ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒരു നല്ല സ്വഭാവം സത്യവിശ്വാസികൾക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വല്ലാതെ ദുർവിനിയോഗം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം അതാണ്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവൻ, അതിര് കവിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ പിശാചിന്റെ സഹോദരങ്ങളാണ്. പിശാചാവട്ടെ തീർച്ചയായും തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിച്ചവനാണ്, നന്ദി കെട്ടവനാണ്. രക്ഷിതാവ് നൽകിയ അനുഗ്രഹങ്ങളോടൊക്കെ നിഷേധ സമീപനം സ്വീകരിച്ച നന്ദി കെട്ടവനാണ് പിശാച്. അതുകൊണ്ട് തന്നെ ആ പിശാചിന്റെ കൂട്ടുകാരാകരുത്, സഹോദരങ്ങളാവരുത് സത്യവിശ്വാസികൾ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉപേക്ഷിക്കണം ചില കാര്യങ്ങൾ. കാലയും കീലയും അവിടെ പറഞ്ഞു, ഇത് കേട്ട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കേട്ടു എന്നൊന്നും പറയാതിരിക്കരുത്. അതൊക്കെ ഉപേക്ഷിക്കണം. മാത്രമല്ല വല്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കണം. നിരന്തരം ഒന്ന് ചോദിച്ച് പിന്നെ അടുത്ത ഇങ്ങനെ ചോദ്യങ്ങളാണ്. ഒരു മനുഷ്യൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ചോദ്യം തന്നെ ചോദ്യം, സംശയ രോഗിയായി നടക്കരുത്. പിന്നെയോ വഇളാഅത്തുൽ മാൽ, സമ്പത്ത് വെറുതെ നശിപ്പിച്ചു കളയരുത് കേട്ടോ. പൈസ വെറുതെ കളയരുത്. വലാ തുഅതു സുഫഹാ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. വിശുദ്ധ ഖുർആൻ പറയാൻ, അല്ലാഹു നിങ്ങളുടെ ജീവിത നിലനിൽപ്പിന് ആധാരമായി നൽകിയ സമ്പത്ത് വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കരുത്. വിഡ്ഢി എന്ന് സുഫഹ എന്ന് അല്ലാഹു ഉദ്ദേശിച്ച ആരെയെന്നറിയോ? സമ്പത്ത് ചെലവഴിക്കാൻ അറിയാത്തവരെയാണ്. അതിന് കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ ചെലവഴിക്കാൻ ചെയ്യാത്ത ആളുകളുടെ കയ്യിൽ സമ്പത്ത് കൊടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സമ്പത്ത് വെറുതെ കളയരുത്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. നാളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അമിത വ്യയം ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചോ. ഭാര്യ പറഞ്ഞിട്ടാ ഞാനത് ചെയ്തത്, മക്കൾക്ക് വേണ്ടിയാ ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹു. തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾക്ക് ശത്രുവുണ്ട്, സൂക്ഷിക്കണം അവരെ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം, നീ നയിച്ചുണ്ടാക്കിയ നിന്റെ കയ്യിൽ കിട്ടിയ സമ്പത്ത് ദുർവിനിയോഗം നടത്താൻ അതും വേണം, ഇതും വേണം, എനിക്ക് അതും വാങ്ങിത്താം, ഇതും വാങ്ങിത്താം, അങ്ങനെ നീ ഇങ്ങനെ പൈസ വാരിയെറിഞ്ഞാൽ ആ സമ്പത്ത് ചെലവഴിച്ചതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്നോട് ചോദിക്കും, അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കിയെന്നും എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദ്യം വരും. ദുർവിനിയോഗം കാണിക്കല്ല, അത്യാവശ്യത്തിന് മാത്രം ചെലവഴിക്കുക. അനാവശ്യമായ ചെലവഴിക്കലാണെങ്കിൽ ഉത്തരവാദി ഭാര്യയാവില്ല, മക്കളാവില്ല, ചെലവഴിച്ചവനായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്, ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതീഉ വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസിക്കും. നിങ്ങൾ ചെലവഴിച്ചോളൂ നിങ്ങളുടെ ഖൈറിന്, നന്മയായ രൂപത്തിൽ. നിങ്ങളെ ശരീരത്തിന് തിന്മയാക്കിക്കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് അങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവരുത്. ആരൊക്കെ പറഞ്ഞാലും ശരി, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവതരമായി കാണണം, വളരെ ഗൗരവത്തോടു കൂടി വീക്ഷിക്കണമെന്ന് ഉണർത്തുന്നു. എല്ലാ കാര്യത്തിലും ഈ മിതത്വം പാലിക്കണം. എല്ലാ വിഷയത്തിലും, ഇബാദത്തിലാവട്ടെ, വസ്ത്രധാരണങ്ങളിലാവട്ടെ, ഭക്ഷണത്തിലാവട്ടെ, ഏത് കാര്യങ്ങളിലാവട്ടെ,
അതിലൊക്കെ ഒരു മിതത്വം പാലിക്കണം സത്യവിശ്വാസി. സത്യവിശ്വാസികൾ ഈ സമൂഹത്തിന്റെ പ്രത്യേകത അതാണ്. കദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. ഈ അപ്രകാരം നിങ്ങൾ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു എന്നാൽ അതിരു കവിയാത്ത, പറ്റേ ഡൗണായി പോകാത്ത, കൃത്യവും വ്യക്തവുമായ മധ്യമ നിലപാട്, സന്തുലിത നിലപാട്, സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് സത്യവിശ്വാസികളെ അനാവശ്യമായി പൈസകൾ വാരിയെറിഞ്ഞ് സമ്പത്ത് ചെലവഴിച്ച് ദൂർത്തടിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ഒരു ചെറിയ അരിമണിയാണോ അത് പോയാൽ നാളെ റബ്ബിന്റെ അടുത്ത് മറുപടി പറയണം. ആ അരിമണി നുള്ളിപ്പിറക്കി എടുത്തു വെച്ച് അത് നിങ്ങളുടെ ജീവിതത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ പഠിപ്പിക്കുമ്പോൾ അത് ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, ഈ വിഷയത്തിൽ ഗൗരവതരമായ സമീപനം സ്വീകരിക്കണം. രാവിലെ നേരം വെളുക്കുമ്പോൾ ധാരാളം ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കൊണ്ടുപോയി തള്ളുമ്പോൾ അറിയണം നാളെ റബ്ബിന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരുന്നതാണ്. ഞാനെന്ന വിശ്വാസിക്ക് യോജിച്ചതല്ല ഈ സ്വഭാവമെന്ന് ശരിക്കറിയണം. അല്ലാഹു നമുക്കെല്ലാത്തിൽ നിന്നും രക്ഷ നൽകുമാറാവട്ടെ. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ ചങ്കുവെട്ടി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്വതക്കയാണ്. എല്ലാവരും പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവിന് ആ സ്വതക്കയിൽ എല്ലാവരും ഭാഗഭാക്കാവണമെന്ന് ഉണർത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാത്തരം രോഗങ്ങൾക്ക് അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങൾ അല്ലാഹു അവർക്ക് എല്ലാവർക്കും സഹായവും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ കീഴിൽ ഐക്യത്തോടെ അടിയുറച്ചു നിൽക്കാൻ ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും